രാഷ്ട്രീയ കലാ സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഡി അശ്വിനി ദേവിന്റെ ഒന്നാം സ്മൃതി ദിനം ഡി അശ്വിനി ദേവ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തി. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും വൈക്കം സത്യാഗ്രഹം പോലുള്ള ചരിത്ര സംഭവങ്ങൾ വളച്ചൊടിച്ച് വികലമാക്കുമ്പോൾ പ്രതികരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. രാഷ്ട്രീയ കലാ സാഹിത്യ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഡി അശ്വിനിദേവിന്റെ ഒന്നാം സ്മൃതി ദിനം ഡി അശ്വിനിദേവ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് ആചരിച്ചു. ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും സ്മൃതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള നിർവഹിച്ചു. കേരളം ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം പോലെയുള്ള പല ചരിത്ര സംഭവങ്ങളും വസ്തുനിഷ്ഠമല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ച് സത്യത്തെ വികലമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ആരും ചോദിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാട് കടന്നുപോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളത്തിന്റെ ചരിത്രം കേരളത്തിന് മുഴുവൻ സംഭാവന ചെയ്യാൻ പര്യാപ്തമാണ്. കായംകുളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അധികാരമല്ല, ജനക്ഷേമ പ്രവർത്തനമാണ് ഒരു പൊതുപ്രവർത്തകൻ പ്രധാനമായി നിർവഹിക്കേണ്ടത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആളായിരുന്നു ഡി അശ്വിനിദേവ് എന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പി. ശ്രീധരൻപിള്ള പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു സമരത്തിൽ ഇത്രയും എല്ലാം എല്ലാം ശരീരവും അദ്ദേഹത്തിന്റെ അധ്വാനവും എല്ലാം ചെലവഴിച്ചിട്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ശ്രമം നടക്കുമ്പോൾ എനിക്കറിയാം, മാപ്പ് പറയണമെന്ന് പറഞ്ഞ ആളോട് അതിന് മുകളിലിരിക്കുന്ന ആൾ ചരിത്രത്തിൽ ചിലതുണ്ട്, അതുകൊണ്ട് പിൻവലിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കൂടുതൽ ചർച്ചയാവണ്ടെന്ന് കരുതിയത് കൊണ്ടാണ് ഒരു 12 മണി കഴിഞ്ഞിട്ട് ഒരു ചാനലിലും അത് പറഞ്ഞില്ല. അതോടെ അത് സ്റ്റോപ്പ് ചെയ്യിച്ചു. ഈ ചരിത്രത്തോടുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ്. അവിടെയാണ് അശ്വിനിദേവിൻ്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, അശ്വിനിദേവ് വ്യക്തിനിഷ്ഠമായി ഒന്നും നേടാൻ ആഗ്രഹിച്ചയാളല്ല. ആശയത്തിന് വേണ്ടി ABVP ആയിരിക്കുമ്പോഴും ആരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് പറയുന്ന ആളായിരുന്നു. ആ നിലയ്ക്ക് മുന്നോട്ട് പോയ ആളായിരുന്നു. ഒരുപാട് നമ്മുടെ സാമാജിക ജീവിതത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുമായിരുന്ന എ പൊട്ടൻഷ്യൽ ലീഡർ വിത്ത് എ ഡിഫറൻസ്, അതായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങൊക്കെ കോൺഗ്രസിൻ്റെ ആളുകളാണ്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു സമഗ്രമായി കായംകുളവും പരിസരങ്ങളും ശൂരനാട്ടെ കലാപവും അതുപോലെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഇവിടുത്തെ KPSC എല്ലാം വന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ പുറത്തു കൊണ്ടുവരികയും കാലികമായി ഈ നാടിന് എന്താണോ ഇന്ന് ആവശ്യം അതിനെപ്പറ്റി അന്യോന്യം വൈവിധ്യം, വാട്ട് ഈസ് ഡെമോക്രസി, റൈറ്റ് ടു ഡിഫർ, വ്യതിരിക്തക്കുള്ള അവകാശമാണ്. ആരുടെ മുഖത്ത് നോക്കിയും ഗോവ ഗവർണർ മിസ്റ്റർ സോ ആൻഡ് സോ യു ആർ കമ്മിറ്റിംഗ് എ മിസ്റ്റേക്ക് എന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ അടിയുറച്ചു നിന്ന ആളായിരുന്നു അശ്വിനിദേവ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതുപോലെ ABVPയുടെയും BJPയുടെയും എല്ലാം അതിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് മുദ്രാവാക്യത്തിൽ മാത്രമല്ല, കൈമുഷ്ടിയിൽ മാത്രമല്ല, ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കർമ്മയോഗിയാണ് അശ്വിനിദേവിൻ്റെ നിര്യാണത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടത്. അനുസ്മരണ സമ്മേളനത്തിന് SN ട്രസ്റ്റ് മെമ്പർ പ്രീതി നടേശൻ ദീപം തെളിയിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ B. ശ്രീപ്രകാശ് സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S. രമണൻപിള്ള അധ്യക്ഷനായി. സീമ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് A. ഗോപാലകൃഷ്ണൻ, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, രാജീവ് ആലുങ്കൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CDNet ന്യൂസ്, കായംകുളം.